പെലെ അസുഖമൊക്കെ മാറിയിട്ട് ഫുൾ പവറായിട്ട് വാ. ഓയ് മെസ്സി ഓ നെയ്മർ. പെലയുടെ വീട് കാണണ്ടേ? വീട്ടിലേക്ക് ക്ഷണിക്കോ? ആൾക്കാർക്ക് താല്പര്യം അതായിരുന്നു തുപ്പി കാണിക്കൊള്ളു കണ്ടത്. മറഡോണയും മെസ്സി അടിച്ചേക്കാളും കൂടുതൽ നല്ലൊരു ഗോൾ അടിച്ചിട്ടുണ്ട്. 1970 പെല ഉപയോഗിച്ച് പൂട്ടണേ കാണുന്നത്. മെസ്സി ഓർ നെയ്മർ? മെസ്സി അല്ല. എക്സ്പ്രസ് ഉണ്ടല്ലോ, ഒരു കോഫി ഉണ്ടല്ലോ, എന്നിട്ട് പറയണ്ടത്. എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബ്രസീലിയൻ വീഡിയോസിനൊക്കെ നിങ്ങൾ തരുന്ന സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും സാവപ്പോളിൽ വന്നു കഴിഞ്ഞാൽ വരേണ്ട ഒരു റിയോ എന്തായാലും നമ്മൾ പോവും. വേറൊരു സ്ഥലത്തിന്റെ പേരുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് ഇക്ക പറയും. ഇക്ക പോണല്ലേ? സാന്തോസ്. സാന്റപ്പന്റെ സ്വന്തം സാന്തോസ്. സാന്റോസ് എന്ന് പറഞ്ഞൊരു നഗരത്തിലേക്ക് എത്തിയിരിക്കണേ സാറ്. രണ്ടടി നെയ്മർ ജനിച്ചു വളർന്ന സാന്തോസ്, ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാന്തോസ്. ഇപ്പോ ഹോസ്പിറ്റലിലാണ് അദ്ദേഹം. അവിടെ സാവപ്പോളയിലാണ്. എങ്കിലും പെലന്റെ വിശ്രമ ജീവിതം നയിക്കുന്നത് ഈ സാന്തോസിലാണ്. ഒരുപാട് ഫുട്ബോൾ കളിക്കാരൊക്കെ ഉള്ള സാന്തോസ്. ഇവിടുത്തെ അത്ഭുതങ്ങളെ കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. എന്താണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്, എന്തുകൊണ്ട് ഇവിടെ വന്നു എന്നുള്ളതൊക്കെ എന്തൊക്കെയാണ് പറയാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാന്തോസിന് വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ പോർട്ടാണ്. സാവപ്പോളത്തെ മെയിൻ പോർട്ട് സാന്തോസിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോണത് പെല, നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ പെലയുടെ വീടും പെലയുടെ മ്യൂസിയം ഉണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ വെറൈറ്റി കാഴ്ചകൾ നിങ്ങൾ എത്തിക്കാൻ പോണത്. നമ്മുടെ അർജന്റീന വിസ കിട്ടിയിട്ടില്ല, ചില വിസ കിട്ടിയിട്ടില്ല. ഒരു 3-4 ദിവസം കൂടി പിടിക്കും നമ്മുടെ വിസകൾ കിട്ടണമെങ്കിൽ. എന്നിട്ട് വേണം നമ്മുടെ അമേരിക്കൻ കപ്പിത്താന്, സൗത്ത് അമേരിക്കൻ കപ്പിത്താൻ ഇറക്കാനായിട്ട്. അപ്പം എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് പെലയുടെ വീടും പെലയുടെ മ്യൂസിയം കാണാൻ പോണ്. പിന്നെ ഒപ്പം സാന്റോസ് നഗരത്തിൻ്റെ ഭംഗിയും നമ്മൾ ആസ്വദിക്കും. അവസാനം ഒരു ബിക്കിനി മൂഡ് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. ബീച്ചിലേക്ക് പോകാൻ പറ്റും നമുക്ക്. ബിക്കിനി കിട്ടുമോ? തമാശ പറഞ്ഞാണ്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോട്ടാ. ട്രാവലിസ്റ്റ. അങ്ങനെ നമ്മൾ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാ. ചായ കുടിച്ച് നിൽക്കുന്ന നേരത്തിന് നമ്മൾ ഇന്നത്തെ ഇൻട്രോ പറഞ്ഞു കേട്ടോ. നമ്മൾ സാന്റോസ് നഗരത്തിലാണ് നമ്മൾ വണ്ടി ഒതുക്കിയിരിക്കുന്നത്. ഒരുപാട് ഫവേലകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഇവിടെയൊക്കെയാണ് നെയ്മർ ജനിച്ച് പറഞ്ഞത്. നമുക്കതിൻ്റെ ഫുള്ള് കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പിസോഡ് കൊണ്ടുവരാൻ പറ്റി കൊണ്ടുവരാം. ഒപ്പം തന്നെ ആ കാണുന്നതിന് പോർട്ട് കേട്ടോ. ഇവിടെ മെയിൻ കണ്ടെയ്നർ പോർട്ടാണ് കാണുന്നത്. നമ്മളിപ്പോൾ പെലയുടെ മ്യൂസിയം തേടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. നമ്മൾ ഏകദേശം മ്യൂസിയത്തിൻ്റെ അടുത്ത് തന്നെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നു കേട്ടോ. ഇവിടെ നിന്ന് 4 മിനിറ്റാണ് കാണിക്കുന്നത്. എന്തായാലും പെലയുടെ ആ ഒരു സംഭവം കാണാൻ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. പോർച്ചുഗീസ് കാലഘട്ടങ്ങളിലുള്ളത് പോലെ ഇവിടെ പോർട്ടുള്ള കാരണം 2 കപ്പലുകൾ അടുത്ത് കണ്ട കല്ലുകൊണ്ടാണ് ഇവിടുത്തെ ഫ്ലോർ ഇട്ടോ അടിച്ചിരിക്കണ്ട. ടാറൊന്നും ചെയ്തിരിക്കണേ. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടാവും ഇവിടുത്തെ റോഡ്. ട്രാം കൊണ്ടില്ല. ഇവിടെ ട്രെയിൻ ഉണ്ടോ? ട്രാം ഉണ്ടോ നോക്കിയാ അമ്മ. ഒരു പോർച്ചുഗീസ് കോളനിയിലേക്ക് കടന്ന സെയിം ഫീലിംഗ് കേട്ടോ. ഈ റൈറ്റിൽ കാണുന്ന ബിൽഡിങ്ങൾ പഴയ, ഈ ലെഫ്റ്റിൽ കാണുന്ന പഴയ ബിൽഡിങ്ങളൊക്കെ പോർച്ചുഗീസുകാരുടെ സംഭാവന ആയിരിക്കും. നിസാർ എന്താടാ നമ്മളെത്തി? ഓക്കെ. അപ്പോൾ നമ്മൾ പെല മ്യൂസിയം കാണാനായിട്ട് ബ്രസീലില് സാന്റോസ് എന്ന് പറഞ്ഞ നഗരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. റൈറ്റ് സൈഡിൽ ഈ കാണുന്നതാണ് കേട്ടോ. നമ്മൾ ഇതിലാണ് ഈ കാണുന്നതാണ് പെലയുടെ മ്യൂസിയം കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് പെല മ്യൂസിയം. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളിപ്പോൾ മ്യൂസിയം കാണാൻ പോണ്. ഇവിടെ പോകുമ്പോൾ നമ്മളിതായ ട്രാം കൊണ്ടിട്ടാ. ഇപ്പോൾ വർക്കിംഗ് ആണോന്ന് എനിക്കറിയില്ല. നമ്മളതിനെ പറ്റി പഠിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ ട്രാം കാണാം. ഈ റൂട്ടിൽ എന്തായാലും ഉണ്ട്. ഇതിൻ്റെ റോഡ് സൈഡിലൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പോകുമ്പോൾ ട്രാം ലൈൻ കണ്ടു നമ്മൾ കണ്ട. ട്രാം ലൈൻ ആക്റ്റീവാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് പോകുമ്പോൾ ട്രാം കാണുകയാണെങ്കിൽ ട്രാമിൽ ഇരുന്ന് കുറച്ച് നേരം യാത്ര ചെയ്യാം കേട്ടോ. അപ്പോൾ സാന്റോസിൽ മെയിൻ പോർട്ടാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഈ സാവപ്പോളിൽ കാരണം ഒരു വിധം കപ്പലുകൾ കണ്ടെയ്നർ ഷിപ്പുകളിലെ സാധനങ്ങളൊക്കെ വരുന്നത് സാന്റോസിന് ഇറക്കലും കയറ്റലൊക്കെ വരണം കേട്ടോ.
ടയറിൻ്റെ ഷോപ്പ് നോക്കിയാൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു പിടിച്ച് വരുമ്പോഴേക്കും ട്രാം വരുന്നുടാ, അത് അടിപൊളി. അപ്പോൾ ഈ കാണാനാണ് പെലേര മ്യൂസിയം വരുന്നത്. ഇവിടെ എന്തൊക്കെയുള്ളടാ ബലൻഡേർ വന്നിട്ടൊക്കെയാ ഇവിടെ ഉള്ളത്. മെയിനായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ളത് ആർക്കും കാണാൻ പറ്റില്ല, അവിടെ വന്നാൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു സാധനം. പെലക്ക് കിട്ടിയ പഴയകാല ബാലന്തിയോർ, പിന്നെ കക്കൊക്കെ കിട്ടിയത് ഇവിടെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ചേട്ടാ ഫുള്ള് ആൾക്കാർ നിറഞ്ഞ് ട്രാമിൽ യാത്ര ചെയ്യാം. അധികം ആൾക്കാരൊന്നും ഇല്ലട്ടാ, ആകെ ഒരു 10-15 പേരുള്ളൂ. വേറെ കാര്യം നമ്മൾ ട്രാമൊക്കെ കണ്ട് പതുക്കെ മ്യൂസിയത്തിൽ നടന്നുകൊണ്ടിരിക്കുകടാ. ഒരു 2 നില ബിൽഡിങ്ങാണ് ലെഫ്റ്റിൽ കാണത്. അതെന്താ സംഭവം എന്ന് അറിയില്ലടാ, നമുക്ക് നോക്കാം. എന്താണ് ഒരു പോർച്ചുഗീസ് ടച്ച് ഉണ്ടല്ലോ കാണുമ്പോൾ. ഇവിടുത്തെ ബിൽഡിങ്ങുകൾക്കൊക്കെ എന്തായാലും ഒരു പോർച്ചുഗീസ് ടച്ച് ഉണ്ടാവും. കാരണം അവര് സാധനങ്ങൾ ഏറ്റവും കൂടുതൽ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോയിരുന്നത് ഈ പോർട്ടിൽ നിന്നായിരിക്കും. ഒന്ന് കൂടുതൽ ഇവിടുന്നല്ല, ഒന്ന് ഇവിടുന്ന് ആയിരുന്നു ഈ ഏരിയയിൽ നിന്ന്. പിന്നെ മിഡിലുള്ളത് ഒന്ന് റിയോ എന്നാണ്. കാരണം അവിടെ അതിന്റെ ഒക്കെ പാതകൾ ഇപ്പോഴും അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. റിയോയിലും നമുക്ക് കാണാം അല്ലേ. കുറച്ചൊക്കെ ഹിസ്റ്ററി കയറി വരുന്നുണ്ടല്ലേ, എന്നാലും കുഴപ്പമില്ല. പവറായിട്ട് കാര്യങ്ങൾ പോകണോട്ടാ. നോക്കിയാൽ ലെഫ്റ്റ് സൈഡിൽ എൻട്രൻസ് വഴി നോക്കട്ടെ. എൻട്രൻസ് ഉണ്ട്. മ്യൂസിയത്തിലേക്ക് നമ്മൾ എൻട്രി ചെയ്യണോട്ടാ. കിങ് കേട്ടാ. പിടിക്കാൻ പറ്റുമോ? പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചോളാം. വേണം പോലെ കിങ്ങിനെ നമ്മൾ കാണിക്കാൻ പോകണം. കിങ്ങിൻ്റെ സാധനങ്ങൾ കാണിക്കാൻ പോണത്. അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ എടുക്കണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ കണ്ടത് വേൾഡ് കപ്പിൽ 3 വേൾഡ് കപ്പ് 58, 62, 70 വേൾഡ് കപ്പ് നമ്മൾ കാണിക്കും. റിയോയിലാണ് ഇത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്, ഇവിടെ അല്ല. പിടിക്കുക നമ്മൾ. പിന്നെ കൂടിയിട്ട് ഫിഫ കൂടി സമ്മാനം കൊടുത്തിട്ടുള്ളത് ബ്രസീലിന് മാത്രമല്ല. ഇവിടെ ഒരു ചെറിയൊരു വേൾഡ് സാധനങ്ങളൊക്കെ പിടിക്കാനൊക്കെ ആയിട്ടുള്ളൊരു വേൾഡ് കേട്ടോ. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്യണൂടാ. എൻട്രി ചെയ്യാൻ ഇവിടെ നമുക്ക് പൈസ ചിലവൊന്നുമില്ല. ട്രാമിൽ പോകാനേ പൈസ ഉള്ളൂ കേട്ടോ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ അമ്മ പെലേടെ ഒരു മെഴുകു പ്രതിമ വെച്ചിട്ടുണ്ട് ഇവിടെ. പെലല്ലേ നോക്കിയേ. എങ്ങനെ ഉണ്ടാക്കിയണത് അല്ലേ? നിങ്ങൾ ആദ്യമായിട്ട് വരണ അവിടേക്ക്? അതെ, ഉപയോഗിക്കാം, കുഴപ്പമില്ല. അല്ലേടാ ആ സെയിമിടാ സ്കിന്നൊക്കെ നോക്കിയാ. സ്കിന്നൊക്കെ അതേപോലെ നോക്കിയാ. പിരിമുടിയിട്ടാ. ശരിക്കും പുള്ളി ഇവിടെ വന്ന് നിൽക്കണ പോലെ അല്ലേ? മെഴുകു പ്രതിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിമ തന്നെയാട്ടത്. പിടിക്കാൻ പറ്റുമോ? രക്ഷയില്ലട്ടോ. അതേ ഹൈറ്റ് തന്നെയാവൂലേ? പെലയുടെ ജേഴ്സി എല്ലാം കംപ്ലീറ്റ്. മെഴുകു പ്രതിമ മാത്രമേ ഉള്ളൂ, ബാക്കി എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഒരു പക്ഷേ ഇനി മുടി തന്നെ ഒറിജിനൽ ആണോ എന്ന് അറിയില്ല. അതെ, ബാക്കിയെല്ലാം അന്ന് ഉപയോഗിച്ച ബ്രസീലിന്റെ പഴയ ജേഴ്സി. മുടിയൊക്കെ ശരിക്കാൻ മറ്റേ കാപ്പിരി മുടിട്ടാ. ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോ ശരിക്കും പുള്ളി നിൽക്കണ പോലത്തെ ഒരു ഫീലിംഗ് കേട്ടാ. എന്തായാലും മുടി നാച്ചുറലാണ്. വില ഉപേക്ഷിച്ച ശരീരത്തിൽ കണ്ടില്ല രോമങ്ങളൊക്കെ പിടിപ്പിച്ച് വെച്ചെടുത്തിന്. കറക്റ്റാ ജേഴ്സി. ആ ബൂട്ട് നോക്കി, കാരണം മണ്ണ് പതിഞ്ഞ് കിടക്കുന്ന പഴയകാല ബൂട്ട്, ആ ബോള്. വില അസുഖമൊക്കെ മാറി തിരിച്ചു വരണ്ട. വില ഫുൾ പവർ ആവണം. അപ്പോഴെങ്കിൽ പിള്ളേര് കപ്പെടുത്തിട്ട് വരും കേട്ടോ. വില അസുഖമൊക്കെ മാറിയിട്ട് ഫുൾ പവറായിട്ട് വാ. എന്തുകൊണ്ടാണ് പെലോട് സംസാരിക്കണേ? കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണ. പണ്ട് ഗോൾ അടിച്ച കഥകൾ ഗിന്നസ് റെക്കോർഡൊക്കെ ഉള്ള ആളല്ലേ, നമുക്കൊന്ന് സംസാരിച്ച് ഡീലാക്കണ്ടേ. നമ്മൾ ഓരോന്നോരോന്ന് തുടങ്ങാം. ഓരോ സംഭവങ്ങളായിട്ട് നമുക്ക് തുടങ്ങാം. പെലയുടെ ഇതിൻ്റെ ഉള്ളിൽ പെലക്ക് കിട്ടിയിട്ടുള്ള എല്ലാ അംഗീകാരങ്ങളും, പെലയുടെ എല്ലാ ചരിത്രവും ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് പറയാൻ പറ്റിയ രീതിയിൽ ഒരു എപ്പിസോഡ് തീർക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ തീർക്കും. ഒപ്പം പെലയുടെ വീട് കാണണം, സാൻഡോസ് കാണണം. നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യമായിട്ട് വരുമ്പോൾ ആദ്യമല്ലേ കാണിക്കുന്നത് പ്ലെയർ ഓഫ് ദി സെഞ്ചുറിയാണ്. ഈ സിൽവറിൽ കാണുന്നത് പ്ലെയർ ഓഫ് ദി സെഞ്ചുറിയാണ്. എടാ, ഞാനിവിടെ വന്നപ്പോ എനിക്ക് ആദ്യമായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഫിഫ ബാലൻഡോറാണ്. ഇതിന്റെ ഹിസ്റ്ററി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബാലൻഡോറ് കൊടുക്കുന്ന സമയത്ത്, ഇപ്പൊ പെല കളിക്കുന്ന സമയത്ത്
പെലെയൊന്നും ഇതിന് എലിജിബിൾ ആയിരുന്നില്ല. കാരണം യൂറോപ്യൻ പ്ലേയേഴ്സിന് മാത്രമായിരുന്നു അതിന് എലിജിബിൾ ആക്കിയിരുന്നത് ആ സമയത്ത്, ആ കാലഘട്ടത്തിൽ. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞ ഒരു പ്രായശ്ചിത്തം പോലെയാണ് പിന്നീട് 2014 ഒരു പെലെനെ കൊടുക്കുകയാണ്, അതൊരു ബഹുമതിയായിട്ട് കൊടുക്കുകയാണ്. യൂറോപ്യൻ കൺട്രീസ് കൊടുക്കണം 2014 കൊടുക്കണം. കാരണം അതുപോലെ ഒരു ജീനിയസിന് കൊടുക്കാൻ, ഒരു ലെജൻഡിന് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു സംഭവം 2014 പെലെക്ക് ഫിഫ കൊടുക്കുമ്പോൾ, യൂറോപ്പിൽ വെച്ച് കൊടുക്കുമ്പോൾ ആ ഒരു വിഷമകരമായ ഒരു ഫീലിംഗ് ആണ് കൊടുക്കുന്നത് കേട്ടോ അവിടെ. അപ്പോൾ ബാലൻഡോർ നമ്മൾ കണ്ടു. പെലെയുടെ ബാലൻഡോർ എന്ന് പറഞ്ഞാൽ വേറൊരു സൗത്ത് അമേരിക്കൻ പ്ലേയേഴ്സിന് കിട്ടാത്തൊരു ബാലൻഡോറാണോ അല്ലേ? അതെ, ഇത് നൂറ്റാണ്ടുകളുടെ താരം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നൂറ്റാണ്ടുകളുടെ 100 വർഷത്തിലെ ഏറ്റവും നല്ല പ്ലെയർ. അതിലെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ പെലെ മറഡോണ എന്നുള്ളതിൻ്റെ നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ, മറഡോണയ്ക്ക് കൊടുത്തില്ലേ, പെലെക്ക് കിട്ടി. സെഞ്ചുറികളുടെ താരം എന്നുള്ള രീതിയിൽ അടിപൊളി. ഇതും ഇങ്ങനെ സംഭവം വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞിട്ട് 2007 കൊടുത്തതാണ്. ഇത് വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയർ അല്ലേ, 2007 കൊടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ ഓരോ പല ട്രോഫികളും പെലെക്ക് കൊടുത്തിട്ടുള്ളത്, പെലെക്ക് കൊടുക്കാൻ പറ്റാതെ ആ കാലഘട്ടത്തിൽ ഇല്ലാത്ത സാധനം ഇന്നത്തെ കാലഘട്ടത്തിൽ പല പ്ലേയേഴ്സിനും കൊടുക്കുന്നത്. അത് അന്ന് കൊടുക്കാൻ അറിയപ്പെട്ടത് അത് പെലെ ആയിരുന്നു എന്നുള്ള രീതിയിൽ ഇപ്പൊ കൊടുക്കും. 2007 2014 ഇപ്പോഴാണ് അതിന്റെ കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതും ഓരോരോ ട്രോഫികളാണ് ഓരോ കാലഘട്ടത്തിൽ. വേൾഡ് സ്പോർട്സ് അവാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം എന്താ പറയാ, ഒരു ലോകട്ടാ നോക്കിയാ ഗോൾഡ് കിട്ടിയിട്ടാണ് ബ്രസീലിന്റെ. ഇത് മെഡലുകളാണ്, അതായത് ഓരോ വർഷങ്ങളിൽ കിട്ടിയത്. ഇപ്പൊ പറയുകയാണെങ്കിൽ 61, 62, 63, ഇത് 61 കിട്ടി. ഇപ്പൊ അവസാന വേൾഡ് കപ്പിൽ കിട്ടിയതാണ്. പെലെ 68 വേൾഡ് കപ്പ് നേടിയപ്പോൾ പെലെക്ക് കൊടുത്തതാണ് ഈ മെഡൽ. പെലെ കഴുത്തിലിട്ട മെഡലാണ് ഇത്. പിന്നെ ട്രോഫികൾ ഒരുപാടുണ്ട്. ഓരോരോ ട്രോഫികളാണ്. ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് സമയം. ഒപ്പം തന്നെ ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഗിന്നസ് റെക്കോർഡാ. ഗിന്നസ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ ദ ലീഡിംഗ് ഗോൾ സ്കോറർ ഇൻ ഹിസ്റ്ററി ഓഫ് ഫുട്ബോൾ വിത്ത് 1283 ഗോൾസ് ഇന്ന് 1366 മാച്ചസിലാ. പിടിക്കാൻ പറ്റുമോ? ആ ഒരു സംഭവമാണ് ഇതെല്ലാം. പിന്നെ പെലെ ഉപയോഗിച്ച ഓരോ സംഭവങ്ങളാണ്, പെലെ കിട്ടിയ ഓരോ സമ്മാനങ്ങളും ഇതൊക്കെയാണ്. പ്ലേറ്റ് പോലെ സംഭവം ഗോൾഡ് ആൽബം ഓഫ് സെല്ലിംഗ് മോർ ദാൻ 250,000 കോപ്പീസ് ഓഫ് ദി ചൈൽഡ്സ് ക്ലബ് LP ആൽബം. ഒരു ആൽബം കൊടുത്തതിന് അവർ എനിക്ക് തോന്നുന്ന ചാരിറ്റിയുടെ ഭാഗമായിട്ട് അവർ കൊടുത്താവൂല. ഇത് പിന്നെ പെലെ കളിച്ച കോസ്മോസ് എന്ന് പറഞ്ഞ പെലെ കളിച്ച ക്ലബിലുള്ള ആ ജേഴ്സി ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോയാണിത്. ആ സമയത്ത് എടുത്ത ഫോട്ടോ. പിന്നെ ബോളുമേ എഴുതി വെച്ചിട്ടുള്ളത് പല സൈനൊക്കെ ഉണ്ടായില്ല, പല സൈനൊക്കെ വെച്ചിട്ടുള്ള ബോള്. ഇതും ആ കാലഘട്ടത്തിൽ കളിക്കുമ്പോൾ കോസ്മോസിൽ കളിക്കുമ്പോഴത്. പിന്നെ നമ്മൾ കാണുന്നത് പുള്ളിക്കാരൻ ഡിപ്ലോമ എടുത്തതിൻ്റെ ഒരു ഇതാട്ടോ. നോക്കിയാൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്ലോമ ഓഫ് FEFIS സാൻഡേഴ്സിലാണ് എടുത്തിരിക്കുന്നത്. 1974 എടുത്തിരിക്കുന്നത് പെലെ. അപ്പം അതിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ഫ്രെയിം ആക്കി വെച്ചിട്ടുണ്ട്. പെലെ ഉപയോഗിച്ചിട്ടുള്ള സോക്സ്. ഇതിന് വിശദീകരിക്കാനുണ്ട്. അതായത് ഇത് സാന്തോസ് FC, അതായത് സാന്തോസ് ഫുട്ബോൾ ക്ലബില്ലേ, അതിൽ പെലെ ഉപയോഗിച്ച പെലെന്റെ ബൂട്ടും ജേഴ്സിയും നോക്കിയായിരുന്നു. അത് മണ്ണിന്റെ ഇതൊക്കെ ഇല്ല കേട്ടോ. അത് പെലെ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 15ാമത്തെ വയസ്സിലാണ് പെലെ ആ ക്ലബിൽ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, ആ 15ാമത്തെ വയസ്സിലുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇന്നെ കാലിന്റെ വലിപ്പം വന്ന നാടിന്റെ പേരെന്താ? സാന്തോസ് അല്ല, വേറൊരു കിരീടം, ആർക്കും കിട്ടാത്തൊരു കിരീടം. ഇത് ബ്രസീലിന്റെ പ്രസിദ്ധമായ ഒരു കളി നടന്നിട്ടുണ്ടായിരുന്നു. ആ വർഷം പറയുകയാണെങ്കിൽ 1971. അതായത് ഇത് നമ്മൾ അവിടെ സിറ്റിയിൽ വെച്ചിട്ടാണ്, അതായത് മൊറുമ്പി പറഞ്ഞ സ്റ്റേഡിയത്തിലാണ്. നമുക്ക് ആ സ്റ്റേഡിയത്തിന്റെ അടുത്താണ് നമ്മൾ ഏകദേശം താമസിക്കുന്നത്. പ്രേക്ഷകർ താല്പര്യം നമുക്ക് പോയി കാണിച്ചു കൊടുക്കാം പിന്നീട്. മൊറുമ്പി സ്റ്റേഡിയം. അവിടുന്ന് അന്ന് ബ്രസീലിന് അതിനിർണായകമായ ഒരു ഗോൾ നേടി ബ്രസീലിന് കളി സമനിലയിൽ പിടിച്ചതാണ്, അന്ന് ഓസ്ട്രേലിയനായിട്ടുള്ള കളി. അപ്പോൾ അതിൻ്റെ ഇതുമായിട്ട് അംഗീകാരമായിട്ട് പെലെക്ക് കൊടുത്തതാണ്. ആ ഗൗണ് വെച്ച് അന്നത്തെ ഫോട്ടോയാണ് ആ കാണിക്കുന്നത്. അന്ന് ഉപയോഗിച്ച് അന്ന് കയ്യിൽ ഈ സാധനം കൊടുത്തിട്ട് കിരീടം വെച്ച് കൊടുത്തു. ആ കിരീടമാണ് അന്നത്തെ ജേഴ്സിയാണ് അന്ന് ഉപയോഗിച്ച ജേഴ്സി. ഇത് അവർ അത്ര അതിന്റെ കളർ ആ മാഗസിൻ ഇറങ്ങിയതിന്റെ. പിള്ളേർ വന്നിട്ട് ആകെ ഒളിമ്പോളാം, അതിനടുത്ത് രസട്ടാ. പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് കാണാനായിട്ട്. അത് വേറെ ഇതിവിടെ തൊപ്പിരിക്കണ്ടല്ലോ. ഇതിന്റെ പ്രത്യേകത 1970 ബ്രസീലിന്റെ വേൾഡ് കപ്പ് നേടിയില്ലേ, അതിലെ ബൂട്ടാണ് പെലെന്റെ. 1970 പെലെ ഉപയോഗിച്ച ബൂട്ടാണ് കാണുന്നത്. ചെണ്ട പൊന്നോ. ഇതും സമ്മാനം കിട്ടിയിട്ടുള്ളതാണല്ലോ, മെക്സിക്കോയിൽ കൊടുത്തിട്ടുള്ളത്. ബലേഡി പ്രാത്ത എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുരസ്കാരം. ഒരുപാട് സാധനമുണ്ട് പെലെയുടെ കിട്ടിയിട്ടുള്ളത്. നോക്കി അന്നത്തെ ഇത് കിട്ടിയിട്ടുള്ള 1970 ഇത് കിട്ടിയിരിക്കണ്ട പുള്ളിക്ക്.
ഇതൊക്കെ ഓരോ ട്രോഫികളാണ്. നമ്മള് പണ്ട് മ്യൂസിയം കാണാൻ പോയാൽ തന്നെ ഇവിടെയും കുട്ടികളെ അതെ കൊണ്ടുവന്നിക്കണേ കാണിക്കാൻ വേണ്ടി. നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ കണ്ട പോലെ അതുപോലെ തന്നെ കാരണം ഇവിടെ കാണിക്കണ്ടേ, കാരണം ഇന്ന് പെലേനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആളുകൾ വേവലാതി പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ ഈ ഒരു സമയം. അപ്പൊ അതുകൊണ്ട് തന്നെ പിള്ളേരെ കൊണ്ട് നാളെ കളിയുള്ളതാണ് ബ്രസീലിന്റെ. ഉച്ചയ്ക്ക് ഇവിടുത്തെ സമയം 12 മണിക്കാണ് കളി. അപ്പൊ നാളെ സ്വാഭാവികമായിട്ടും കുട്ടികളെ കൊണ്ടൊന്നും കാണിക്കാനില്ല. അപ്പൊ അതിനോടനുബന്ധപ്പെട്ട് ഇന്ന് തന്നെ അത് കാണിച്ചു കൊടുക്കും. ഇനി ഇതിന്റെ മഹത്വം പറയുകയാണെങ്കിൽ പെലെ 1000ാമത്തെ ഗോള് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ആ ഗോൾ അടിച്ച ബോളാണ്, അതാണ് ഈ കാണിക്കുന്നത്. 1000ാമത്തെ ഗോൾ അടിച്ച ബോളാണ് കാണുന്നത്. അതാണ് ഇതാ ബോളും പിടിച്ച് നിൽക്കണേടാ. അതുമാതിരി ചെറിയ കിരീടം വെച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ചിരിക്കണേടാ. 1000 ഗോൾ തയ്ച്ചപ്പോ ഏറ്റവും കൂടുതൽ ലോകത്തിൽ അടിച്ചിട്ടുള്ളത് പെലെയാട്ടാ. ഗോൾ അടിച്ചിട്ടുള്ളത് ഫുള്ള് ഗോൾഡിന്റെ ഫുട്ബോൾ. ഒരു ഡ്രിബിൾ ചെയ്തിട്ട് അത്ഭുതം സൃഷ്ടിച്ച ഒരു ഗോൾ ഉണ്ടായിരുന്നു. ഇന്ത്യ ഇന്ത്യ യു നോ ഇന്ത്യ. ഇത് ഈ ഗോള് പെലെ ഒരു ഡ്രിബിൾ ചെയ്തൊരു ഗോള് നേടിയിട്ടുണ്ടായിരുന്നു. അതായത് ശരിക്കും അതിനെക്കുറിച്ച് പറയുന്നത് മെസ്സിയും നമ്മുടെ മറഡോണയും നേടിയൊരു ഗോൾ ഉണ്ടായിരുന്നു. 6 പേരെ ഡ്രിബിൾ ചെയ്തത്. അതിനേക്കാളും എഫക്റ്റീവായിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. കാരണം അത് അന്ന് നമ്മുടെ ചാനലുകളും മീഡിയ ഒന്നും അത്ര ഉഷാറില്ലാത്തതുകൊണ്ട് അതിന്റെ വീഡിയോ എല്ലായിടത്തും ഇല്ല. അതിന്റെ മെമ്മറി അറിയുന്നവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് അറിയുള്ളൂ. അത് നേരിട്ട് കണ്ടത്. 9 പേരെ ഡ്രിബിൾ ചെയ്തിട്ടാണ് ആ ഗോൾ നേടിയത്. ആ ഒരു ഗോളാണ് ഈ സൂക്ഷിച്ചേക്കുന്നത്. ഇതിപ്പോ നമ്മൾ മറഡോണനെ അല്ലെങ്കിൽ മെസ്സിനെ താഴ്ത്തി കെട്ടി പറയുന്നില്ല ഇവിടെ. അങ്ങനെ അതിന്റെ ഒരു ചരിത്രം നമ്മൾ പറഞ്ഞത് മാത്രം. നമ്മളൊരു മെസ്സി ഫാനും മറഡോണ ഫാനൊക്കെ തന്നെയാണ്. ഓയ് 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 ചാവോ 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 ചാവോ. YouTube में ट्रैवलिस्टा വേൾഡ് വൈഡ് എപ്പിസോഡുകൾ. Obrigado. Travelista. Travelista. Parece na ja? Travelista YouTube में या हिंदी പിള്ളേരുടെ കളിക്കാനാ. നെയ്മാർ അല്ല, നെയ്മാർ കളിക്കല്. റൊണാൾഡോ. യു റൊണാൾഡോ ഫാൻ. Neymar. You which fan? Neymar. Você conhece o Paquetá? You same like Neymar. Neymar face. Sí. You Ronaldo? Leonardo. Neymar or Ronaldo? Neymar. Eu prefiro Neymar. Good. Neymar. Você não prefere Messi or Ronaldo? Messi or Ronaldo? Messi. Messi or Neymar? Neymar. Aqui amanhã o Brasil vai ganhar e a gente vai ser campeão da Copa do Mundo. അതാണ്. അങ്ങനെയാണോ നമ്മുടെ പോർച്ചുഗൽ. സാന്തോസ്. മേരാ നാം സാന്തോസ്. യു സാന്തോസ്. നമ്മുടെ പോലെ പുളുപുളുടാ. ഇന്ത്യ. ടീച്ചർമാരെ ഒന്ന് പിടിച്ചു പിള്ളേരാ ഇത്തിരി കൂടി. എത്തിമി സാന്തോസ്. അങ്ങനെ പറയല. അങ്ങനെ പമ്പേര സാന്തോസ്. അറിയില്ല. അവിടെ നിന്ന് പോർച്ചുഗൽ പറഞ്ഞ പെൺകുട്ടിയെ അറിയില്ലടി. അതാ പ്രശ്നം. നോ പോർച്ചുഗീസ്. നോല പോർച്ചുഗീസ്. ഇംഗ്ലീഷ് മലയാളി. എന്നുവെച്ചാ നീ ഇങ്ങനെ സീരിയസ് ആയിട്ട് പറയാൻ അറിയില്ലടി ഭാഷ. ഇന്ത്യാന. ഒബ്രിഗാഡോ. ബൈ. നല്ല സ്മാർട്ടാണ് പിള്ളേര്. നല്ല സ്മാർട്ടായി പിള്ളേർ കേട്ടോ. ഓരോന്ന് നമ്മൾ ഇവിടുന്ന് വന്ന് എന്താ ചെയ്യുന്നതൊക്കെ അവർ ചോദിക്കട്ടോ. അടിപൊളി. അപ്പോൾ നമ്മൾ നമ്മുടെ ചരിത്രങ്ങൾ. നെയ്മാർ, ക്രിസ്ത്യാനോ, മെസ്സി ഓർ നെയ്മാർ. Messi or Neymar? Messi. Neymar usa gosta. Messi nesta Neymar alla normal. Messi or Neymar? Neymar. Messi or Neymar? Messi or Neymar? Messi. അല്ല സെക്കൻഡ്. ഓറല്ലോ ഓന്ന് ചോദിക്കും. Messi or Neymar? Messi or Neymar?
മെസ്സി ഓ നെയ്മർ? Ai. മെസ്സി ഓ നെയ്മർ? Os dois. രണ്ടുപേരും. നെയ്മർ. മെസ്സി ഓ നെയ്മർ? Neymar. മെസ്സി ഓ നെയ്മർ? Neymar. Messi. മെസ്സി Messi. Messi. അല്ല. Messi. Neymar. ഗുഡ് ഗുഡ് ഗുഡ്. Neymar. എന്തൊക്കെയായാലും നെയ്മറിന് മുകളിൽ മെസ്സിയാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അത് പറഞ്ഞാൽ ഞാനൊരു മെസ്സി ഫാനാട്ടാ. അപ്പൊ ഇക്ക പറയാം ഞാൻ അർജന്റീനയിലേക്ക് കടന്നു. അർജന്റീനയിലേക്ക് കടന്നിട്ടല്ല, അതൊക്കെ ഇഷ്ടമാണ്, മെസ്സിന് ഇഷ്ടമാണ്, അതാണ്. ഞാൻ എന്നോട് പറഞ്ഞില്ലേ, ഇവിടെ ആളുകൾക്ക് ഒരുപാട് നെയ്മറിനെക്കാളും കൂടുതൽ മെസ്സിനെയാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ കഴിഞ്ഞ കളിയിൽ അവൻ ഇറങ്ങിയതോടെ കുറേ ആളുകൾ അത് മാറി. കാരണം അവൻ അത്രയും ആ പരിക്കിന്റെ ഇടയിലാണെങ്കിലും രാജ്യത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ഇവർക്ക് ഒരു സിമ്പതി കയറിയിട്ടുണ്ട്. മറ്റേ നെയ്മർ എന്ന് പറഞ്ഞവർ അതായിരുന്നു തുപ്പി കാണിക്കൊള്ളുന്നു. അവർക്ക് മറ്റുള്ള പ്ലേയേഴ്സ് കളിച്ചാൽ മതിയായിരുന്നു. ക്രിസ്ത്യാനോനെയും ഇപ്പൊ പറഞ്ഞില്ല, ക്രിസ്ത്യാനോ മെസ്സിനെ പറ്റിയൊക്കെ പറഞ്ഞവര് എവിടെ ബ്രസീലിലാണ് പറഞ്ഞത്. അതാണ് പണിയില്ല കേട്ടോ. പക്ഷേ നീ മെസ്സി ഓർ നെയ്മർ? നെയ്മർ. ട്രാവലിസ്ത. മാം 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 ഓയ് ഓയ് മെസ്സി ഓ നെയ്മർ? മെസ്സി ഓ നെയ്മർ? മെസ്സി. മെസ്സി ഓ നെയ്മർ? നെയ്മർ. അപ്പൊ ഒരു മെസ്സി ഓ നെയ്മർ? നെയ്മർ. ഒരു 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 മിസ് മെസ്സിക്കാരനാട്ടോ. മെസ്സി ഓ നെയ്മർ? നെയ്മർ. ഗുഡ്. Neymar es melhor. Messi is different level, not like Neymar level. Oi? Neymar. Neymar. Você tá torcendo pro Brasil na Copa do Mundo? അല്ല നമ്മുടെ പിള്ളേര് വട്ടട്ട് തിരിയണം നമ്മള്. ഇന്ത്യ ഇന്ത്യാന ഇന്ത്യാന ഇന്ത്യ ഇസ് മൈ കൺട്രി. Messi joga melhor. ഞാൻ വീഡിയോ അവസാനിപ്പിക്കരുത്. ഗുഡ് മോർണിംഗ് ആണോ? ഗുഡ് ഈവനിങ്. ബൈ 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 ബൈ. ഏയ് പെല 10 ട്ടോ. അല്ല ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നമ്മുടെ ചരിത്രത്തിലേക്ക് കിടക്കാം. പെലയുടെ സാൻഡോസ് ക്ലബ്ബിൽ കളിക്കുമ്പോൾ പെലയുടെ ജേഴ്സിന് കാണുന്നത് സാൻഡോസിൽ ക്ലബ്ബിൽ കളിക്കുമ്പോഴത്. പിന്നെ ഓരോ സംഭവങ്ങൾ എഴുതുന്നത് പെലയുടെ സൂട്ട് കേസ് അമ്മ ഓരോന്നായിട്ട് എണ്ണിപ്പറക്കി വെച്ചിട്ടുണ്ടാ. ഇതിപ്പോ എന്താ പറയാ, ഓരോ ട്രോഫി കാണുമ്പോൾ ഓരോ വെറൈറ്റിയിലാണ് 58 കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 വേൾഡ് കപ്പ് എടുത്തു കൊടുത്തുള്ള ഏക ഒരു ലെജൻഡാണ് പെലേട്ടാ. ബൈ ബൈ ബൈ. ഒബ്രിഗേഡോ. പക്ഷേ എന്നാലും ഇനി ആ പിള്ളേരോട് മലയാളം പറഞ്ഞ എന്തിനാ നിനക്ക് മനസ്സിലാവും? എനിക്ക് മലയാളം പോർച്ചുഗീസ് പറഞ്ഞപ്പോൾ നീ മലയാളത്തിൽ മറുപടി പറഞ്ഞത്. ബൂട്ടിട്ടാ പെല ഉപയോഗിച്ചില്ല തരുന്ന ബൂട്ടാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു എപ്പിസോഡ് എന്തായാലും ഒരു റഫറൽ എപ്പിസോഡായിരിക്കും. പെലയുടെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ആൾക്കാർക്ക് ഒരു തോതായിട്ടുള്ള 2 രീതിയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ കാണിച്ചു തരും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് കമൻറ്റ് ചെയ്തോട്ടോ. അപ്പോൾ നമ്മൾ പതുക്കെ മുകളിലേക്ക് കയറുന്നു. ഇതൊരു 2 നില ബിൽഡിങ്ങാണ്. അതിൻ്റെ മുകളിൽ ഓരോരോ സംഭവങ്ങൾ നമുക്ക് വേണ്ടി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കണ്ടിട്ടാണ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ. അല്ല ഓരിക്കോട്ടെ അവിടെ ഉണ്ട്. നമ്മൾ ചുമരുമ നമ്മൾ കയറി വരുമ്പോൾ ചുമരുമ ഓരോ ചരിത്രം എഴുതിയിട്ടുണ്ട്. വേണ്ട കരിയറിലത്തെ ലാസ്റ്റ് ഗോള് 10-1-1977 നാളെ ലാസ്റ്റ് ഗോൾ അടിച്ചിരിക്കുന്നത് കേട്ടോ. കോസ്മോസ് ബിറ്റ്വീൻ സാൻഡോസ് ആൻഡ് ഒരു കോസ്മോസ് കളിയില്ല കേട്ടോ. അടിപൊളി. കൂടെ വരുമ്പോൾ പെലയുടെ ഓരോ പേപ്പർ കട്ടുകളൊക്കെ ഉണ്ട് അവിടെ. നോക്കിയാൽ തൊപ്പി കൊടുത്തിരിക്കണോ നോക്കിയാൽ. ഇതൊന്നും എടുക്കാം. അടുത്ത ഗിന്നസ് റെക്കോർഡ് ഇടാ. ദി ഓൺലി ഫുട്ബോളർ ടു ഹാവ് വിൻ ദി ഫിഫ വേൾഡ് കപ്പ് 3 times ഇൻ ഇസ് പെലെ. ഹി വൺ 1958 വേൾഡ് കപ്പ്, 62 വേൾഡ് കപ്പ്, 70 വേൾഡ് കപ്പ്. ഫിഫ വേൾഡ് കപ്പ് ടൈറ്റിൽ വിത്ത് ബ്രസീൽ ഇടാ. അതിൻ്റെ പേരിൽ പെലയ്ക്കൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇടാ. ഈ ആ കാണിക്കുന്ന പത്രത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് ഇവർ 1970-ലാണോ 60-ലെ ഇറ്റലിനായിട്ടാണ് ഫൈനലിൽ 3-1 തോൽപ്പിച്ച അന്ന് വന്ന ഇവിടുത്തെ പത്രമാണ് ആ വാർത്ത കൊടുത്തിട്ടുള്ളത്. അതാണ് ഈ കാണുന്നത്, ഇവിടെ കാണുന്നത് അല്ലേ? അതാണ് നമ്മളവിടെ കണ്ട ഈ പത്രം. ഈ പത്രം 3-1 ബ്രസീൽ ജയിച്ചു. വേൾഡ് കപ്പ് എടുത്തുനിന്ന് ഏതാ വർഷം? 1970 വേൾഡ് കപ്പ് അല്ലേ? അറിയില്ല. ലാസ്റ്റ് വേൾഡ് കപ്പ് അത് നോക്കി കഴിഞ്ഞാൽ 1970 വേൾഡ് കപ്പ് എഴുതിക്കണം. അപ്പോൾ ഓക്കെ. മെക്സിക്കോ ആ വേൾഡ് കപ്പ് നേടിയപ്പോഴാണ് അവർക്ക് ട്രോഫി സ്വന്തമായത്. സ്വന്തമായിട്ട് കിട്ടിയതല്ലേ? അതിന് മോഷണം പോയെന്ന് പറയണ. അത് മോഷണം പോയെന്നല്ല പറയണ, അത് സ്വന്തമായിട്ട് കിട്ടിയത്. അത് അറിയില്ല. പറഞ്ഞില്ലേ ആ സംഭവം. ഇവര് പറയുന്നത് ആ ട്രോഫി ഇപ്പോഴും CBFന്റെ ഓഫീസ് റിയോയിലാണ്, അവിടെ ഉണ്ട്. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മുടെ മീഡിയയിൽ ഇത് മോഷണം പോയ കേസ് പറയാനുള്ളൂ. കേരളത്തിലെ മീഡിയകൾ പറഞ്ഞ പണ്ട് ഇപ്പൊ ഉക്രൈനിൽ യുദ്ധം ഉണ്ടായപ്പോ മാതൃഭൂമി എന്താ പറഞ്ഞെന്നുള്ളത് അറിയുന്നതല്ലേ? Nunca antes había sentido así. Espero
3 നിലകളിലാണ് നമ്മുടെ ഈ മ്യൂസിയം വരുന്നത്. നോക്കിയാൽ അങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ കയറി പോവാം. പെലയുടെ എല്ലാ വിശേഷങ്ങളും എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്, ഓരോന്നായിട്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരും. ഓരോ പേപ്പർ കട്ടിങ്ങും ഓരോ സംഭവങ്ങളൊക്കെ ശരിക്കും എടുത്ത് പറയേണ്ടി വരും. ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയ ഇതൊക്കെ തേച്ചായിരുന്നു നമുക്കിതൊന്നും മനസ്സിലാവില്ല. ഇവിടെ തേക്കാത്ത ഭാഗം ഇതിന് ബിൽഡിങ്ങിൻ്റെ റിയൽ വശം ഒരു കാണിച്ചു തന്നിട്ടുണ്ട്. നോക്കിയാൽ ഇഷ്ടിക വെച്ചിട്ട് ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കണു. ഇതേ മരം ചെറിയ കല്ലുകളൊക്കെ ഉണ്ടോ നോക്കിയാ കണ്ടാ കല്ല്. ഇതിന് സിമെൻ്റ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളേക്കാ. ഇത് 19-ാം നൂറ്റാണ്ടിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. 4300 സ്ക്വയർ മീറ്ററിലാണ് ഈ കാണുന്ന പെല മ്യൂസിയം ബ്രസീലിയൻ ഗവൺമെൻറ് പണിതിരിക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ ഓരോ ഫ്ലോറിലേക്ക് പോയി ഓരോ ഫ്ലോറിൽ ഓരോ പത്രപരസ്യങ്ങളും അല്ലെങ്കിൽ അന്നത്തെ ഓരോ ഹിസ്റ്ററി സംഭവങ്ങളൊക്കെ അവർ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പെലയുടെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളും അങ്ങനെ സംഭവങ്ങളൊക്കെ ഓരോന്നായിട്ട് വെച്ചിട്ടുണ്ട് ഓരോരുത്തർ. പെല നിൽക്കണ നോക്കിയാൽ നമ്മളടിയിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ കയറി വന്നു കേട്ടോ. രാഗം തീർന്നെങ്കിൽ മുകളിലേക്ക് കയറി വരുന്ന പോലെയാ. അങ്ങനെ ഇത് 1970 വേൾഡ് കപ്പ് അടിച്ചപ്പോൾ അന്ന് പെല ഉപയോഗിച്ച ബോട്ടാണ് കാണാം കേട്ടോ. ഓ സംഭവം എന്നിട്ട് ലൈസൻസ് പാസ്പോർട്ടില്ലേ. നമ്മൾ ഏറ്റവും ടോപ്പിലത്തെ ഫ്ലോറിലേക്ക് ഇനിയും ഉണ്ടല്ലോ ഒരു ഫ്ലോർ കൂടി ഉണ്ട് കേട്ടോ എത്തിയിരിക്കുകയാണ്. മ്യൂസിയം ഇങ്ങനെയുള്ള ബിൽഡിങ്ങാണ് ഇങ്ങനെ ആക്കി എടുത്താ. ഇങ്ങനെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് വശം നമ്മളവിടെ കണ്ടത്. അങ്ങനെ 4 നിലകൾ 1, 2, 3 നിലകളായിട്ടാണ് ഈ മ്യൂസിയം വരുന്നത്. നമ്മുടെ രാഗം തീട്ടിലേക്ക് കയറി വരുന്ന പോലെ കേട്ടോ കയറി വരുന്നത്. ഇവിടെ പണ്ടത്തെ ടെലിവിഷനും സംഭവങ്ങളും പെലയുടെ പണ്ടത്തെ ഫോട്ടോ കേട്ടോ. നോക്കിയാൽ പെല നോക്കിയാൽ ഇതിൻ്റെ പെല കേട്ടോ. ഓരോ കളിക്കാരുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. അന്നും മാന്ത്രികന്മാരുണ്ടായിരുന്നു കേട്ടോ. പെല മാത്രമല്ല കളിക്കാരനായിരുന്നേ, അന്നും മാന്ത്രികന്മാരുണ്ടായിരുന്നു. പക്ഷേ പെല അതിൽ ഏറ്റവും വലിയ ക്ലാസിക്കായിരുന്നു. അങ്ങനെ വ്യത്യാസം. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് നേരെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ പെലയോട് നമുക്ക് യാത്ര പറഞ്ഞിറങ്ങാം. പെലയുടെ വീട് കാണണ്ടേ, വീട്ടിലേക്ക് ക്ഷണിക്കോ? വയ്യാതിരിക്കാനറിയാം, ഇത്രയും പെട്ടെന്ന് അസുഖമൊക്കെ മാറി വരട്ടെടാ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ മ്യൂസിയം കണ്ട് അതൊക്കെ സാൻഡോസ് നഗരത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പോകണം. ഒപ്പം നെയ്മർ താമസിക്കുന്ന വീടും പെല താമസിക്കുന്ന വീടും നമുക്ക് സ്കെച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് അവരുടെ വീട് കാണാൻ പറ്റുമെങ്കിൽ വീട് കാണാം. കഴിഞ്ഞൊരു ബീച്ച് ലൈഫ് കാണിക്കാം. കുറച്ചേരം കാറ്റ് കൊള്ളാം. പിന്നെ ഓരോ വർഷത്തെയും പണ്ടത്തെ ബ്രസീലിൻ്റെ ജേഴ്സികളൊക്കെ ഉണ്ട് ഒന്ന് മേടിക്കാം. നമുക്ക് സാൻഡോസ് ക്ലബിൻ്റെയും ബ്രസീലിൻ്റെ ജേഴ്സിയൊക്കെ നമുക്ക് ഇവിടുന്ന് മേടിക്കാം. കണ്ടോ പണ്ട് കാലത്തെ ജേഴ്സി ഉണ്ടോ, അടിപൊളി. കാണുമ്പോൾ പറഞ്ഞാൽ മേടിച്ച് വയ്ക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഉപയോഗമില്ലാത്ത കാരണമല്ലേ ഏട്ടാ. നമ്മൾ കപ്പെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് പിന്നെ അടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോണത് ഇവിടുത്തെ നമ്മൾ നേരത്തെ തന്നെ ട്രാം യാത്രയാണ്. ട്രാം യാത്ര നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ട്രാം ഇതിപ്പോൾ ഒരു 3 മിനിറ്റുള്ളിൽ തുടങ്ങുക യാത്ര തുടങ്ങണ്ട. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് ട്രാം യാത്ര ആസ്വദിക്കാം കേട്ടോ. സാൻഡോസ് നഗരം മൊത്തം ഇതിൽ കാണാൻ പറ്റുന്ന പറയണേ. ഇത് എത്ര ദൂരം ഉണ്ട് ഈ ട്രാം അറിയോ? എത്ര ദൂരം ഉണ്ട് ഈ ട്രാം? ഇത് ഒരു 15 മിനിറ്റിന്റെ യാത്രയാണ്. ഓക്കെ, അറിയില്ല. അടിപൊളി. അപ്പോൾ നമ്മൾ ട്രാമിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കണം. ഒരാൾക്ക് 7 രൂപ കേട്ടോ. ഇന്ത്യൻ മണി 7x15 കേട്ടോ. അടിപൊളി. ഇതാവണല്ലേ പവറല്ലേ? എന്തായാലും ഭയങ്കര സന്തോഷമായി. പെലയുടെ ഫുള്ള് സംഭവങ്ങൾ ഹാപ്പി. അടിപൊളി. ബ്രിഗേഡ് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും അറിയില്ല. അധികം ചോദിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ട്രാമിലേക്ക് കയറി ഗസ്റ്റുകളുണ്ട് എല്ലാവരും. ഹലോ. ഇവിടെ പതുക്കി ഇരിക്കാം നമുക്ക്. അമ്മയ്ക്ക് ഇവിടെ നമുക്ക് ഇവിടെ നിന്നിട്ട് കാഴ്ചകൾ കാണാം കേട്ടോ. യു ആർ ബ്രസീലിയൻ? താങ്ക് യു. ഗുഡ്. ബ്രസീൽ ഈസ് ഗുഡ്. ഇപ്പൊ തുടങ്ങുന്ന എന്താ വണ്ടി എടുക്കാത്ത കുറച്ച് നേരമായില്ലോ അല്ലേ? ഇപ്പം എടുക്കുന്ന പറഞ്ഞിട്ട് ഇൻട്രൊഡക്ഷൻ കേട്ടോ. ഹായ്. ഡ്രൈവറും കണ്ടക്ടറും പരിചയപ്പെടുത്തണേ. അത് കളിക്കട്ടാ. ഓരോരുത്തരെ പരിചയപ്പെടുത്തിട്ട് റെസ്പെക്ട് ചെയ്യണണ്ട. ഡ്രൈവറുടെ പേര് ഇതാണ്, കിളിയുടെ പേര് ഇതാന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ നാട്ടിൽ ഡ്രൈവറെ വണ്ടി കല്ല പറയണോ, അങ്ങനെ വ്യത്യാസട്ടാ. നമ്മുടെ നാടിന്റെ കുറ്റം പറയാന്നൊന്നും വിചാരിക്കോ, ഒരു കുറ്റമായിട്ട് വരുന്നു മാത്രം പിന്നീട്. അതല്ലേ സാറേ?
ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് ഇവിടെ പോർട്ടിലേക്ക് വന്നപ്പോൾ പോർച്ചുഗീസുകാർ പോർട്ടിൽ വന്നപ്പോൾ ഇവിടെ കുറേ ഗോഡൗണുകളുണ്ടായിരുന്നു. അവിടെയാണ് കുറേ പേര് സ്റ്റോറേജ് ഉണ്ടായിരുന്നത്. അന്ന് പറഞ്ഞ പള്ളികളൊക്കെ നമ്മുടെ മുമ്പിൽ കാണുന്ന അന്നത്തെ അവരുടെ ഒരു മന്ദിരമായിരുന്നു, പോർച്ചുഗീസ് ഗവൺമെൻറ് മന്ദിരം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സ്ട്രീറ്റിൽ നമ്മൾ കാണാണ്ടിട്ടാ. എന്തായാലും അതിനൊക്കെ ഉപരി ഈ ട്രെയിൻ യാത്രയാണ് ശരിക്കും അതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഈ സിറ്റിയിൽ നിന്ന് അടുക്കി കൂടെ ട്രെയിൻ യാത്ര അടിപൊളി. അപ്പോൾ നമ്മുടെ കറക്റ്റ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയിട്ടാ. സിറ്റിയിൽ നിന്ന് അടുക്കി കൂടെ ട്രാം യാത്ര. നമ്മൾ പോണ താങ്ക് യു. ഇവര് പോർച്ചുഗീസിൽ പറഞ്ഞു, നമുക്കൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയില്ല, ഒന്നും മനസ്സിലായില്ല പെട്ടെന്ന്. എന്നാലും ഇക്കോടെ നമുക്ക് പറഞ്ഞപ്പോൾ ചോദിച്ചു മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ ട്രെയിൻ യാത്ര കഴിഞ്ഞു. ട്രെയിൻ യാത്ര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്താ പറയുക, എല്ലാവരും അവരുടെ പോർച്ചുഗീസ് നിങ്ങളുടെ പോർച്ചുഗീസ് ഭാഷ തന്നെ പറയാം, എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാലും സിറ്റി കാഴ്ചകളിലുള്ളിൽ കൂടെ പോകുമ്പോൾ ഇക്ക പറഞ്ഞ ഒരു സംഭവം പറഞ്ഞ് നമ്മൾ ഇനി കാണിക്കാൻ പോണത്. എന്നൊരു സംഭവം കോഫി ബെസ്റ്റ് കോഫി ഇവിടെ കിട്ടും പറഞ്ഞാൽ എന്നൊരു പെണ്ണ് നമ്മളോട് സംസാരിച്ചിരുന്നില്ലേ, നിങ്ങൾ എവിടെ എങ്ങനെയാന്നൊക്കെ ചോദിച്ചിരുന്നത്. ടോപ്പ് കോഫി എന്ന് പറഞ്ഞാൽ ബ്രസീലിന്റെ കോഫി ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. അതെ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ കോഫി കയറ്റുമതി ചെയ്യണത് ബ്രസീലാണ്. അപ്പൊ ആ ബ്രസീലിൽ വന്നിട്ട് നമുക്ക് ഒരു കിട്ടില്ല കോഫി കുടിച്ചില്ലെങ്കിൽ അതിന് പഞ്ചില്ലല്ലോ. നമ്മൾ നേരെ ഇമാജിൻ ചെയ്യടാ കോഫി. അപ്പൊ കോഫി കുടിക്കാൻ നമ്മൾ പോണ് കലയുടെ മ്യൂസിയത്തിൽ നിന്ന്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും വരാൻ പോലെ. ബൈ. ബിൽഡിങ്ങിന്റെ തൂണൊക്കെ നോക്കി എൻ്റെ പൊന്നോ, കല്യാണം എൻ്റെ പൊന്നോ സംഭവം. അപ്പോൾ കോഫിയുടെ അപ്പന്മാരെ കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു പാലസാണല്ലോ അത്. Cafeteria do Monsieur. Espresso? Não, especial. Todos eles são especiais, tá? ഏതാ കോഫി പറഞ്ഞ? കോഫി ഒരു സ്പെഷ്യൽ ഐറ്റമാണ്, അതായത് സൂൾദമിനാസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സുൽദമിനാസ് അവിടുത്തെ കോഫിയാണ്. ഏകദേശം 75 റിയാൽസ് വരുന്നുണ്ട്. ഏകദേശം 1000 ചിന്ത ചെയ്യാൻ പറ്റുമോ? കോഫിയാണ് നമുക്ക്. അതിൽ തന്നെ ഉണ്ട് 5 റിയാൽസിന്റെ കോഫിയും ഉണ്ട്. നമ്മൾ 77 പറഞ്ഞേ. അടിപൊളി. നാട്ടിൽ ചായ ഉണ്ടോ സാറിൻ്റെ? 1000 റിയാൽസിന്റെ ചായ, 1000 രൂപേന്റെ ചായ 3 പേർക്ക് കഴിക്കാം. 1000 3 പേർക്ക് കോഫി കുടിക്കാം. പിന്നെ ബ്രസീലിൽ വന്നിട്ട് കോഫി നമ്മുടെ നാട്ടിലാണെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഫി. എക്സ്പ്രസ്സോ എല്ലാം ഉണ്ടല്ലോ. ആനത്തൂരി ഒരു കോഫി ഉണ്ടല്ലോ, ഏതായിരുന്നേ ഒരു ആനത്തൂരിത എന്നിട്ട് പറയണത് ഒരു സ്പെഷ്യൽ കോഫി. എന്നിട്ട് പറയണ ഒരു ഗോൾഡൻ മൂടല്ല പറഞ്ഞ സ്ലാങ് വ്യത്യാസല്ലേ. ആനപ്പിണ്ടം കൊണ്ടുള്ള കോഫി അങ്ങനെ ആനകിനെ കൊണ്ട് ആ കോഫി കഴിപ്പിച്ചിട്ട് അത് ഇന്തോനേഷ്യയിലല്ലേ? അത് ഇന്തോനേഷ്യയിലാണ്. അതിന്റെ കോഫി നമ്മുടെ കൊച്ചിയിലുണ്ട്. അതെ, അതാ പറയുന്നത്. അവിടെ എക്സ്പെൻസീവ്, അതുപോലെ 1500 രൂപയ്ക്കാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അത് 1500 എന്ന് പറയുമ്പോൾ സംഭവമാണ്. ഇവിടെ പറഞ്ഞപ്പോ ഒരു മൂഡ് പോയിട്ടുണ്ടേ. എന്തായാലും 1000 രൂപയുടെ ബ്രസീലിലെ കോഫി കുടിക്കാൻ ആനപ്പിണ്ടം കൊണ്ട്. അതെന്താണ് ആനപ്പിണ്ടല്ലേ? ആനപ്പിണ്ടം ഒഴിവാക്കും, ബാക്കിയുള്ള വേസ്റ്റ് ഒഴിവാക്കും. അതിന് ആ കോഫിന്റെ കുരു മാത്രം എടുക്കും. ഈ കായ ആനക്ക് കൊടുക്കണം, എന്നിട്ട് പിന്നെ ഈ കുരു വരുന്നതാണ് എടുത്തിട്ട് ചെയ്യുന്നത്. നമ്മുടെ കോഫി ഇപ്പൊ വരില്ലേ? ഗർഭത്തിട്ടാ നിസാര കമ്മോൺ. നമ്മുടെ ഐറ്റത്തിട്ടോ പൊരിഞ്ഞു അല്ലേ? പഞ്ചസാര ട്രെയിനിൽ പോവും. പഞ്ചസാര കണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കടാ. ഓ അല്ലേട്ടാ പറയണ പോലെ ഇല്ലേട്ടാ, എയിമുണ്ട്. ഒരു തരിപ്പ് ആ സൂപ്പറായിട്ട് ബ്രസീലിയൻ കോഫി കേട്ടോ. അപ്പോൾ നമ്മൾ കോഫി കുടിച്ചിരിക്കുമ്പോൾ ഒരു വെറൈറ്റി കാഴ്ച കണ്ടു കേട്ടോ. അത് ഫാൻ നോക്കിയാൽ പൊളിയായിട്ടില്ലേ? 2 സൈഡിലേക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊണ്ടിരിക്കട്ടാ. കിട്ടില്ല ഫാൻ. ആഹാ
കോഫിയുടെ ഒപ്പം നമ്മളന്ന് കഴിച്ച ഇതിന് പേര് എന്നിട്ടാ പൗഞ്ച് കേജ് ഒരു ചീസൊക്കെ കൂടിയിട്ട് ചെറിയൊരു ബണ്ണാട്ടാ. എന്തായാലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത്. അപ്പോൾ നമ്മൾ കോഫിയെ കുടിച്ച് കഴിഞ്ഞു. ഇതിവിടെ മ്യൂസിയം കൂടിയാണ്, കോഫിയുടെ ഒരു മ്യൂസിയം കൂടിയാണ് നമ്മുടെ ബാക്കിൽ കാണുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു 400 വർഷം മുമ്പൊക്കെ പോർച്ചുഗലിൽ നിന്ന് കപ്പൽ കയറി കോഫി എടുക്കാനായിട്ട് കപ്പലുകൾ ഇങ്ങോട്ട് വരുന്നു. ഇവിടെ സാൻഡോസ് പട്ടണത്തിൽ വന്ന് നിർത്തുന്നു. ഇവിടെ നിന്ന് കോഫി കയറ്റി തിരിച്ച് അറ്റ്ലാന്റിക് ക്രോസ് ചെയ്ത് പിന്നെയും പോർച്ചുഗലിലേക്ക് പോകണു. അതിൽ പകുതി ആൾക്കാർ പോണ വഴിക്ക് മരിക്കണു, കപ്പൽ മുങ്ങണു. എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ബാക്കിൽ തലമുറകളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? ഇതാ അതൊരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ്. നമ്മളിവിടെ വന്ന് കാണുമ്പോഴാണ് അന്നത്തെ വഴികളാണ് നമ്മളിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ അതെ. അന്ന് പോർച്ചുഗീസുകാർ വന്ന് ഇവിടെ ഒരു താവളം ഉണ്ടാക്കി. നമ്മൾ കേരളത്തിലൊക്കെ വന്ന പോലെ തന്നെ ഇവിടെ 200 കൊല്ലം കൂടുതലുണ്ടായിരുന്നു കേട്ടോ ശരിക്കും ഇവിടെ. അപ്പോൾ അന്നത്തെ കാലത്ത് കപ്പലുകളിൽ ഇങ്ങനെ കാപ്പിയും കുരുമുളകൊക്കെ കയറ്റി കൊണ്ടുപോകുമ്പോൾ ഉള്ള അവസ്ഥയാണ് നമ്മൾ ആലോചിക്കുന്നത്. അറ്റ്ലാന്റിക് ക്രോസ് ചെയ്ത് പോർച്ചുഗൽ എത്തണം, ലിസ്ബണിലേക്ക് എത്തണം കേട്ടോ. പിന്നെ പോലെ സാൻഡോസ് ബീച്ചിലേക്കാണ് നമ്മൾ പോണത്. പെലയുടെ വീട്ടിലേക്ക് പോണ വഴിയൊക്കെ ഇപ്പോൾ ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുകയാണ്. ഇവിടെ മീഡിയകളൊക്കെ വന്ന് ഫുള്ള് ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുക. എല്ലാ വിദേശത്തുള്ള മീഡിയകൾ നമ്മളന്ന് കഴിഞ്ഞ പെലയുടെ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ കണ്ട പോലെ തന്നെ എന്താ പറയുക, BBC പോലെയുള്ള എല്ലാ വൻകിട TV-കാരും എല്ലാവരും ഇവിടെ തമ്പടിച്ചിട്ടുണ്ട് പെലയുടെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങോട്ട് പോണ ആ സ്ട്രീറ്റ് തന്നെ അടച്ചിട്ടിരിക്കുകയെന്നാണ് സാറ് പറയണടാ. ഇത് ആ സ്ട്രീറ്റിൻ്റെ പേര് അങ്ങോട്ട് പോകണം. സ്ട്രീറ്റിന്റെ പേര് കറക്റ്റ് ഓർമ്മയില്ല. നമ്മൾ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നമ്മൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഞങ്ങൾ പെലയുടെ വീട് തപ്പിയിട്ട് പോകാനായിട്ട് അവിടെ നമ്മൾ പെലയുടെ മ്യൂസിയത്തിൽ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് അവിടെ ആ വഴിക്ക് ബ്ലോക്ക് ആക്കി ഇട്ടിരിക്കണം. അപ്പോൾ നമ്മൾ പെലയുടെ മ്യൂസിയം കണ്ട് പതുക്കെ നമ്മുടെ യാത്ര തുടങ്ങണു. നെയ്മർ ജനിച്ചു വളർന്ന വീടും സ്ട്രീറ്റും സാൻഡോസ് ബീച്ചും എന്തൊക്കെ കാര്യങ്ങളാണ് എത്തിക്കാനുള്ളതല്ല നിങ്ങളുടെ മുമ്പിലേക്ക്. എന്തായാലും ഒരു വെറൈറ്റി അനുഭവമായിരുന്നു. പെലയുടെ മ്യൂസിയം കണ്ടതിലൊക്കെ ഭയങ്കര സന്തോഷട്ടാ. സാന്തു, നമ്മളിപ്പോ ഇവിടെ മ്യൂസിയത്തിൽ വന്നില്ല, പെലന്റെ മ്യൂസിയത്തിൽ വന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ എനിക്കും നെയ്മറിന്റെ വീട് കാണിക്കണം ഇത് കഴിഞ്ഞിട്ടെന്നുള്ളായിരുന്നു എന്റെയും പ്ലാനിങ് ഉണ്ടായിരുന്നത്. അത് നമുക്ക് എന്തായാലും നടക്കില്ല എന്നുള്ളത്, കാരണം ഈ ഒരു ഇഷ്യൂസ് നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റില്ല എന്നുള്ള ഉറപ്പായി. അപ്പൊ നെയ്മറിന്റെ വീട് കാണിക്കാന്നുള്ളായിരുന്നു പിന്നെ എന്റെ മനസ്സിൽ വന്നത്. പക്ഷെ ഈ മ്യൂസിയത്തിന്റെ ഉള്ളിൽ കുറച്ചു നേരം നിന്ന് പെലനോട് ഒരു നമ്മുടെ മാനസികമായിട്ടുള്ള വേറൊരു മാനസികമായിട്ട് ശരിക്കും പറഞ്ഞാൽ നിനക്കറിയാം, ഞാൻ അർജന്റീന പക്ക ഫാൻ ആണ് എന്നുണ്ടെങ്കിലും ആ ഒരു വികാരത്തിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നത് നമുക്ക് പെലന്റെ വീട് ചെയ്യാം. മിനജറേസിൽ പോയിട്ട് പെലയുടെ വീട് നിൽക്കുന്നത് മിനജറേസിലാണ്. മിനജറേസിൽ പോയി പെലയുടെ വീട്ടിലേക്ക് കയറി. നമ്മളിപ്പോ നെയ്മറിന്റെ വീട് അകലെന്ന് കണ്ട പോലെയല്ല, നമുക്ക് പെല ജനിച്ച് വളർന്ന വീട്ടിലേക്ക് കത്തി കയറാം. പെലയുടെ വീടിന്റെ ചുറ്റുപാടും പെല കളിച്ച് വളർന്ന ഗ്രൗണ്ടുകളും സ്ട്രീറ്റുകളും ഒക്കെ മിനജറേസ് എന്ന് പറഞ്ഞ സിറ്റിയിലാണ്. 8 മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്താലാണ് നമുക്ക് മിനജറേസ് എത്താൻ പറ്റാം. അപ്പോൾ ആ മിനജറേസിലേക്ക് ഞങ്ങൾ അടുത്ത ദിവസം പോകാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ എടുത്തൊരു തീരുമാനമാണ്. ഇവിടുത്തെ പെലയുടെ വീടോ അല്ലെങ്കിൽ ഇവിടുത്തെ നെയ്മറിന്റെ വീടോ കാണുന്നേക്കാളും കൂടുതൽ നിങ്ങൾക്ക് അത് എടുത്തു കഴിയുമ്പോൾ ഞങ്ങൾക്ക് തോന്നണത് അത് ചെയ്താലാണ് അതിനൊരു പൂർണ്ണത ഉണ്ടാവുള്ളൂ. പെലയുടെ മ്യൂസിയവും സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടപ്പോഴാണ് പെലയുടെ എന്താ പറയാ പുള്ളിയുടെ ആ ഒരു റേഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യാനോക്കെ ആയാലും മെസ്സിക്കൊക്കെ ആയാലും ഇത്രയ്ക്കും മീഡിയ സപ്പോർട്ട് ഉണ്ടാകുന്ന പറഞ്ഞാൽ ഒരു മീഡിയ ഇല്ല ഒന്നുമില്ല. ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ അത്രയ്ക്കും സ്ട്രോങ് ആയിട്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിട്ടുള്ള മനുഷ്യൻ, 3 വേൾഡ് കപ്പ് എടുത്തിടത്തുള്ള മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റില്ല. പിന്നെ നമ്മള് മലയാളികളെ, നമ്മള് ഫുട്ബോളിന് എത്രയും നെഞ്ചിലേറ്റ് നടക്കുന്ന മലയാളികള്, ബ്രസീലിയൻ ഫാൻസ്, എടാ നമുക്ക് പെലേക്ക് കൊടുക്കാൻ പറ്റാവുന്ന, നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റാവുന്ന മലയാളികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റാവുന്ന ഒരു ട്രിബ്യൂട്ട് പോലെയാണ് ഇത്. ഇപ്പൊ നമ്മൾ ആ വീട് ചെയ്ത് പെലനെ കുറിച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. നമ്മൾ ഇവിടുത്തെ വീട് അകലെന്ന് കാണിച്ചു തരണേക്കാളും എനിക്ക് എന്റെ മനസ്സിൽ എനിക്ക് തോന്നണത് ആ വീട് പെല ജനിച്ചു വളർന്ന വീട്ടിൽ പോയിട്ട് 8 മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്യണം. വേറൊരു വേൾഡ് ആണ് മിനജറേസ് എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് അവിടെ ഈ പറഞ്ഞ പോലെ മൈനിങ് സെക്ടർ, ഏറ്റവും കൂടുതൽ മൈനിങ് സെക്ടർ ബ്രസീലിലുള്ളത് മിനജറേസിലാണ്. രത്നങ്ങളുടെ നാടെന്നാണ് പറയാം. അവിടെയാണ് ഈ ഗോൾഡ് സംഭവങ്ങളൊക്കെ കൂടുതലും മൈനിങ് ഒക്കെ നടക്കുന്നത്. അപ്പൊ മിനജറേസിൽ പോയിട്ട് നമ്മൾ ആ രാജാവിന്റെ വീട്ടിലേക്ക് പോയിട്ട് നമുക്ക് എപ്പിസോഡ് ചെയ്യാന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ചിലപ്പോൾ അടുത്ത എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു നൈറ്റ് ലൈഫ് ആയിരിക്കും, നമ്മുടെ സാവപ്പോളോന്റെ നൈറ്റ് ലൈഫ് ആയിരിക്കും. ഇരിക്കണ്ടേ? പിന്നെ സാൻഡോസിൽ ട്രാമുകൾ ഇഷ്ടംപോലെ, നമ്മൾ പാരീസിലൊക്കെ കണ്ട പോലെ ട്രാമുകൾ ഇങ്ങനെ കുടുകൂടാന്ന് പോയിക്കൊണ്ടിരിക്കട്ടാ. നല്ല ട്രാഫിക് ഉണ്ട്, ബൈക്കാരുടെ ബഹളാണ് കേട്ടാ. ബൈക്കാർ ഇവിടെ ഭയങ്കര പെട്ടെന്നല്ലേ, ഒരു രക്ഷയില്ലല്ലേ. കൊറേ പേര് മരിക്കും ഇങ്ങനെ പോകണെങ്കിൽ കുറെ എണ്ണം പോകണ്ടാവില്ല. പക്ഷെ എന്തിട്ട് പെട്ടപ്പെടക്കണല്ലേ, ബൈക്കാർ രക്ഷയില്ലടാ. ബൈക്കാർ ഞങ്ങനെ കുത്തി പിട്ട് നമ്മുടെ നാട്ടിലൊന്നും അല്ലടാ അങ്ങനെ അടിക്കണേ. നമ്മുടെ നാട്ടിൽ കണ്ടിട്ട് ഇത് കാണുമ്പോൾ ഇത് വേറെ റേഞ്ച്. ഇവര് എപ്പോ ചാവാട്ടാ അങ്ങനെ പെട്ടക്കണേ. 2 പേര് എടുത്തിട്ട് ഇങ്ങനെ എസ് അടിച്ചിട്ട് പോകണം എല്ലാവരും. അങ്ങനെ വേറെ രസം. ഹെൽമെറ്റ് ഉപയോഗിക്കുന്നുണ്ട്, അതൊരു വലിയൊരു പോയിന്റ് കേട്ടോ. ബൈക്കാരനൊക്കെ ഇനീഷ്യലായിട്ട് പടക്കണ പടാണ്ട് ചിന്തിക്കാൻ പറ്റില്ല. ട്രാഫിക്
റെഡ് വീണ് എടുക്കട്ടാ. ഒരു പടപടങ്ങനെ കാണാം. ഇതിന് പച്ചയാകുമ്പോടാ പതുക്കെ പോയി. ഞാൻ പറഞ്ഞ കേട്ടുന്നുണ്ട് പതുക്കെ പോയേ. കാറ് ഞാൻ തിരി നോക്കിയ ക്രെയിനുമേ എന്നിട്ട് സംഭവം മറ്റേ വർക്ക്ഷോപ്പ് വല്ലോണോ? ഓട്ടോ ഷോപ്പിംഗ് ഭയങ്കര സംഭവം. കാറ് ഞാത്തിട്ട് തൂക്കം നോക്കണം സംശയം. ക്രെയിനിമ തൂക്കം നോക്കുന്നതല്ല, വേറെ എന്തെങ്കിലും തീമായിരിക്കും. എന്തായാലും ബിക്കിനി മൂടി പിടിക്കാൻ ബിക്കിനി കാണുമ്പോഴേക്കും സൂര്യൻ പോകുന്നോണ്ട് ജാതി ബ്ലോക്ക്. എന്തായാലും ഒരു ബീച്ചിലെത്തിയിട്ട് പരിപാടി അവസാനിപ്പിക്കാൻ വെച്ചൊരു ബീച്ച് എത്തില്ല. ഞങ്ങൾ കുറെ സമയമായി യാത്ര ചെയ്തോണ്ടിരിക്കുന്നു. ഇനിയും ഉണ്ട്. എത്ര സമയം ഉണ്ട് ഇനി? 8 മിനിറ്റ് ഉണ്ട് എത്താനായിട്ട്. അങ്ങനെ പറഞ്ഞു പിടിച്ച് നമ്മള് എത്തിയിട്ടാ കടലിട്ട് ബ്രസീലിയൻ കടലാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോണത്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ഇല്ലേ? വണ്ടി ഇവിടെ ഉണ്ട്. നമ്മള് പതുക്കെ ഇറങ്ങി വൈകിട്ടത്തെ വായനോട്ടത്തിന് പതുക്കെ ഇറങ്ങാനായിട്ട് പോണു. വണ്ടി പാർക്ക് ചെയ്യണം നമുക്ക് ആദ്യം. എല്ലാവരും ഇന്നത്തെ കാലാവസ്ഥ നല്ല കാലാവസ്ഥയായിരുന്നത്. എല്ലാവരും വെയിലും കൊണ്ടിരിക്കട്ടാ, പണിയുണ്ട് കേട്ടാ. നമ്മള് വണ്ടി പാർക്ക് ചെയ്യണം കേട്ടോ. നമ്മൾ അറ്റ്ലാന്റിക് സമുദ്രത്തിനെ നോക്കിയിട്ട് പതുക്കെ ബീച്ച് ലൈഫ് എൻജോയ് ചെയ്യാൻ പോവാണ്. അല്ലല്ല, ഞാൻ നമീബിയ സൗത്ത് ആഫ്രിക്കയിലൊക്കെ അറ്റ്ലാന്റിക് കണ്ടിട്ടുണ്ടല്ലോ. അപ്പം എന്തായാലും നമ്മളിവിടെ വണ്ടി ഒതുക്കണം. വണ്ടി പാർക്കിങ്ങാണ് മെയിനായിട്ട്. ബിക്കിനി മൂടി ചേച്ചിമാർ മാത്രമല്ല അമ്മാവന്മാരും ഉണ്ട്. അതിൻ്റെ അടുത്ത രസം. എല്ലാവരും വൈകിട്ടത്തെ ഓട്ടത്തിനും ചേട്ടത്തിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്തൊരു സൈക്കിൾ പോയപ്പോൾ സൗത്ത് ആഫ്രിക്കയിലേക്കൊക്കെ പോയ ഒരു ഫീലിംഗ് എനിക്ക് തോന്നുന്നുണ്ടാ. കടലും ഇതും കാണുമ്പോൾ നമ്മളൊരു സൗത്ത് ആഫ്രിക്കൻ ടച്ച് വരുന്നുണ്ട് ചെറുതായിട്ട്. അതുമാതിരി സ്പെയിനിൽ നമ്മളിങ്ങനെ ഒരു യാത്ര ചെയ്തിട്ടുണ്ട്, തൊട്ടടുത്ത് കടലായിട്ട് ഉള്ള യാത്ര ജോജുവിൻ്റെ കൂടെ. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് നടക്കാൻ പോകട്ടെ. ലൈറ്റ് പോകാറ് ഏകദേശം ഇനി ഒരു 10-15 മിനിറ്റ് കൂടി ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നണേ. ലൈറ്റ് 6:30 ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഈ ഈവനിങ് സെഷനായപ്പോൾ അവിടുത്തെ വണ്ടികളൊക്കെ ലൈവായി തുടങ്ങി. ബർഗറിൻ്റെ അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ എല്ലാ വിധത്തിലുള്ള കടകളും ഉണ്ട് കേട്ടോ. ഹലോ ഇവിടെ നിന്നിട്ട് ഡോൾഫിൻ ഹൗസ് ഉണ്ടോ? നടക്കാം നമുക്ക്. അപ്പം അപ്പനമ്മക്ക് പട്ടീനെ കുളിപ്പിച്ചിട്ട് ഇറങ്ങിയിട്ടാ. നമ്മൾ റിയോയിൽ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള സംഭവം കോപ്പകബാമ നമുക്ക് ഇവിടെ കിട്ടുമോ അറിയില്ല. എന്തായാലും നമുക്ക് നടന്നു നോക്കാട്ടാ. ഇതൊക്കെ ചെറിയ സാധനമല്ലേ അല്ലേ സാറാ? ഇനി വരാൻ കിടക്കണല്ലോ. അതെ, ഇവിടെ വരെ വന്നിട്ട് നമ്മളിങ്ങനെ കാണിക്കാണ്ട് പോയാൽ ശരിയാവില്ല. അപ്പൊ നമുക്ക് ബീച്ച് സൈഡിലേക്ക് തന്നെ പോവാം. ഷൂ പൊന്നു പോലെ നോക്കില്ലേ? ഇവിടെ ഷൂസ് ഊരിയിട്ട് ബീച്ചിൽ നടക്കണം എന്ന് പറഞ്ഞിട്ട് അവര് അങ്ങനെ നമ്മുടെ ആരും ഇവിടെ ബീച്ചിൽ നടക്കുമ്പോൾ ഷൂസ് നടക്കില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നടക്കാം. അപ്പൊ നിസാറ് ട്രൗസറൊക്കെ ആയിട്ട് കുട്ടപ്പനായി കടലില് ചേച്ചിമാരെ കൂടെ ചാടാൻ നിൽക്കുക. ചാടി. കോപ്പകബാമ ബീച്ച് നമ്മൾ വേറെ റേഞ്ചിൽ റിയോയിൽ കാണിക്കും. അതിന് മുമ്പ് നമ്മളൊന്ന് റിലാക്സ് ചെയ്യാൻ നമ്മൾ ബ്രസീലിൽ വന്നിട്ട് ഒരു ബീച്ച് ലൈഫ് നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ സുഖമില്ലല്ലോ. അപ്പോൾ നമ്മൾ ബ്രസീലിലത്തെ സാൻഡോസിലത്തെ ഒരു ബീച്ച് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒരുപാട് ബീച്ചുകളുണ്ട്. ഞങ്ങളുടെ തൃശ്ശൂർ വെച്ച് നോക്കുമ്പോൾ നമ്മളിങ്ങനെ ഇത്രയ്ക്ക് ലോങ് ആയിട്ട് ഒരു 300 മീറ്ററൊക്കെ നീളത്തിന് ഇങ്ങനെ മണൽ കിടക്കണം നമുക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ വാടനപ്പള്ളി ബീച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന് കഴിഞ്ഞാൽ അപ്പം കടലാട്ടാ. അത് കാരണം ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ചേച്ചിമാരൊക്കെ ഡ്രസ്സൊക്കെ എടുത്ത് ഇട്ടുട്ടാ, അത് വേറെ കാര്യം. ഗർഭിണികളൊക്കെയാണ് ബീച്ചിൽ കുളിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സൈഡ് മൊത്തം സാൻഡോസ് സിറ്റിയുടെ ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഇപ്പുറത്ത് ബീച്ച് ഇട്ടാ. ആ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്നൊക്കെ ഉള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. എന്തായാലും അതൊക്കെ ഹോട്ടലുകളും റിസോർട്ടുകളൊക്കെയാണ് അവിടെ ഉള്ളത്. ആ കാണുന്നതല്ലേ? എന്തായാലും അടിപൊളിയാ. നല്ല കാറ്റുണ്ട്. സൂര്യേട്ടൻ പതുക്കെ പോയി തുടങ്ങിട്ടാ. സൂര്യേട്ടൻ ഭൂമിക്കും നമുക്ക് വെള്ളത്തിലും തൊടണം. ആ ചേച്ചിമാര് ബിക്കിനി മൂടൊന്നും കാണാനില്ലല്ലോ. ആ സൈഡിലോട്ട് തിരക്ക് കൂടുതല് ആ ബിൽഡിങ്ങിൽ. അപ്പോൾ ആ സൈഡിലുള്ള കൂടുതൽ ആൾക്കാരും എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഫുള്ള് കടകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ നേരെ ആ ഒരു ഓപ്പോസിറ്റ് സൈഡിലാണ് ഫുള്ള് ക്രൗഡുള്ളത്. ഞങ്ങൾ ക്രൗഡ് സ്വല്പം ബാക്കിലേക്ക് വന്നിട്ടാ. അവിടെ അപ്പച്ചനും അമ്മച്ചൊക്കെ കസാര ഇട്ട് കടൽ നോക്കി ഇരിക്കാട്ടാ. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ കടൽ നോക്കി ഇരിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഏതല്ല വരി. നല്ല ഉറച്ച സൈഡിട്ടാ. ഇവിടെ വെള്ളം ഇറങ്ങി പോയിരിക്കട്ടാ. വേലിയേറ്റം വേലിയിറക്കത്തിന്റെ ഭാഗമായിട്ട് വണ്ടികളൊക്കെ ഓടിച്ചു കൊണ്ട് ബീച്ചിൽ നടക്കിവിടെ.
എന്തായാലും നല്ല കാറ്റും നല്ല കൂളിങ്ങും ഒക്കെ ഉണ്ട്, നല്ല ഫീലിംഗ് ഉണ്ട് ഇതിൽ ഈ ഒരു ബീച്ചിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാ. അപ്പോൾ ഓരോ ടെൻറ്റിൽ ഓരോ ഫാമിലികൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നത്. കാറ് കൊണ്ടുവന്നൊരു കച്ചവടം നടത്തുന്നു, ഒരു ഇതിൽ അവർ ഫാമിലി ആയിട്ട് വന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യണു. ഒരു ഫാമിലി ഇരിക്കണു. അമ്മാമിക്ക് ഇതായാലും മിനിമം ഒരു 70 ഉണ്ട് കേട്ടോ, ബിക്കിനി കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ കഴിഞ്ഞത് ചേട്ടന്മാരെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കണോടാ. ഈ കസാരയൊക്കെ വെച്ചിട്ട് വേണ്ടിയിട്ട് മുകളിൽ സാർ ഓക്കെ അല്ലേ? അപ്പോൾ അവിടെ ഒരുപാട് പേര് കുളിക്കുന്നുണ്ട്, അപ്പാപ്പനും അമ്മാമയും കുളിക്കുന്നുണ്ട്. അവരവരെ ലൈനിൽ പൊരിയണു. സൂര്യയുടെ പതുക്കെ അടിയിലേക്ക് മലയുടെ അടിയിലേക്ക് പോണു. ആഹാ എന്തുട്ടാ ലൈറ്റ്, ആ ബിൽഡിംഗ് മിക്ക് ലൈറ്റ് അടിക്കണ നോക്കിയാ. ഓ ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. എല്ലാവരും കസാരയൊക്കെ മടക്കി തിരിച്ച് പോയിക്കൊണ്ടിരിക്കട്ടാ. കടലിൽ നിന്നൊക്കെ എല്ലാവരും കയറി ഇരുട്ടായി. സൂര്യയുടെ പതുക്കെ പോയിട്ടാ. എന്തായാലും ഇവിടെ നിന്ന് ഇതൊന്ന് ആസ്വദിക്കാൻ നല്ല രസമുണ്ട്. അവിടെ ഒരു ക്രിസ്മസ് ട്രീ പൊന്തി വരുന്നുണ്ടാ. അപ്പൊ നമ്മള് ഇവിടെ ബീച്ചിൽ വന്നപ്പോ ഒരു കപ്പിൾസ് ടീമിനെ കണ്ടുമുട്ടിരിക്കണം. അപ്പൊ നമുക്ക് ഇന്ത്യയിലൊക്കെ പറ്റിയിട്ട് നമ്മുടെ ഇന്ത്യനെ പറ്റിയിട്ട് ഇവർക്ക് എന്താ പറയാനുള്ളത് നമുക്ക് നോക്കണ്ടേ. എന്തായാലും അപ്പൊ ഇന്ത്യനെ പറ്റി ചോദിക്കാം നമുക്ക്. Caminho das Índias. sobre da sagrada. Pode comer carne de vaca? Sim, a gente não depende do. Acho que brasileiros tudo pensar. പറയുന്ന ഇന്ത്യനെ കുറിച്ച് നിങ്ങളെ നാട്ടില് ബീഫ് ഇത് കഴിക്കാൻ പറ്റും. നിങ്ങളെ ഡാൻസ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഹിന്ദി സിനിമകൾ ഇഷ്ടമാണ്. ഹിന്ദി സിനിമകൾ ഇഷ്ടമാണ്. കാരണം ഹിന്ദി മൂവി ഡാൻസ്. അപ്പൊ ഇവർക്ക് ഡാൻസ് ഇത് ഇഷ്ടമാണ്. പിന്നെ അവർ ചോദിക്കണം നിങ്ങൾ ബീഫ് കഴിക്കുമെന്നുള്ളത്. അവരോട് പറഞ്ഞു എങ്ങനെ വരും ബീഫ് അവസാനം എത്തൂല്ലേ? ബീഫ് അത് വേൾഡ് ഫേമസ്. കാരണം ഇത്രയും നല്ല ഭക്ഷണം നിരോധിച്ച നാട് ഇന്ത്യ അല്ലാണ്ട് വേറെ എവിടെ ഇല്ല. അതുകൊണ്ട് പിന്നെ എന്താ പറയാ, അത് ചില ആളുകളെ രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്താ താല്പര്യങ്ങൾ അതൊന്നും നമ്മളെ വിഷയമല്ല. നമുക്ക് കഴിക്കേണ്ടവർ കഴിക്കാം. എന്തായാലും നമ്മുടെ കേരളത്തിൽ അത് കഴിക്കാൻ പറ്റുന്നുള്ളതിൽ വളരെ സന്തോഷം. അപ്പോ താങ്ക് യു. ഒബ്രിഗേദോ. വെൽക്കം ടു ഇന്ത്യ, കേരള. Vou pra Índia com vocês. Vembra India. Ele falando bem-vindo pra Índia. Bem-vindo India. Não, mas eu vou também pra ബേവിന്ദോ ഇന്ത്യ. അപ്പൊ അങ്ങനെ വിശേഷങ്ങള്. അപ്പൊ നമ്മള് ഇവിടുത്തെ ബീച്ചിൽ വെച്ച് നമ്മുടെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. ഇവര് പറയണത് നീ ഇന്ത്യക്കാരനല്ല, എന്നെ കാണാൻ ബ്രസീലിയനെ പോലെ ഉണ്ട്, എന്നെ ഇന്ത്യക്കാരനായിട്ടാണ് ഇവര് നമ്മള് മൈ നെയിം ഈസ് സാന്റോസ്. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുന്നു. നല്ലൊരു കിടിലൻ എപ്പിസോഡ് അവസാനിപ്പിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. എന്തായാലും പോയിട്ട് നമ്മൾ അല്ലേ ഇവരെ കൊണ്ട് അതെ ഇവരെ കൊണ്ട് വരുന്നത് അപ്പോ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോട്ടാ. ട്രാവലിസ്റ്റ്